നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകൾക്കിടെയുള്ള വലിയ സൂര്യഗ്രഹണത്തെ വരവേൽക്കാൻ UAE ഒരുങ്ങുകയാണ്. വ്യാഴാഴ്ചയാണ് ഗ്രഹണം ദൃശ്യമാകുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് മുകളിൽ ഗ്രഹണം കാണാനുള്ള സൗകര്യവും അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1947 UAEയിൽ അവസാനമായി വലിയ സൂര്യഗ്രഹണം ദൃശ്യമായത്. അതുകൊണ്ട് തന്നെ 1.5 നൂറ്റാണ്ടിനിപ്പുറം വന്നെത്തുന്ന വലിയ സൂര്യഗ്രഹണം കാണാൻ സന്ദർശകർക്ക് വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. ബുർജ് ഖലീഫയുടെ മുകളിലെ ഒബ്സർവേഷൻ ഡക്കിൽ നിന്ന് ഗ്രഹണം കൂടുതൽ കൃത്യതയോടെ കാണാനാകും. താല്പര്യമുള്ളവർ വ്യാഴാഴ്ച വെളുപ്പിന് 7 മണിക്ക് ബുർജ് ഖലീഫയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചേരണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. 300 ദിർഹമാണ് ടിക്കറ്റ് നിരക്കായി ഏർപ്പെടുത്തുന്നത്. ദുബായിക്ക് പുറമെ അബുദാബിയിലെ വിവിധ കേന്ദ്രങ്ങളിലും വലിയ സൂര്യഗ്രഹണം കാണാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അൽ ദഹ്റ മദീനത്ത് സായിദിനോട് ചേർന്ന് ലിവ ഹിൽസ് ഹോട്ടലിൽ പ്രത്യേകം ഒരുക്കിയ കേന്ദ്രത്തിലും ഗ്രഹണം നേരിട്ട് കാണാവുന്നതാണ്. UAE ബഹിരാകാശ ഏജൻസിയും അബുദാബി കേന്ദ്രമായ അന്താരാഷ്ട്ര അസ്ട്രോണമി കേന്ദ്രവും സംയുക്തമായാണ് ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത്. ഖസർ അൽ സറാഖ് മരുഭൂമി റിസോർട്ട്, അബുദാബി മറീന മാളിലെ എമിറേറ്റ്സ് മൊബൈൽ ഒബ്സർവേറ്ററി കേന്ദ്രം എന്നിവിടങ്ങളിലും സൗകര്യങ്ങൾ ഉണ്ടാകും. 3 പ്രവേശനം സൗജന്യമായിരിക്കും. സൂര്യഗ്രഹണം സകല ജീവജാലങ്ങളിലും മാറ്റം വരുത്തുമെന്നാണ് ശാസ്ത്ര നിഗമനവും പഴമക്കാർ വിശ്വസിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഇരുട്ട് ജീവജാലങ്ങളിൽ അമ്പരപ്പുണ്ടാക്കുമ്പോൾ ശക്തിയേറിയ സൂര്യപ്രകാശം കണ്ണിന്റെ കാഴ്ചയെ പോലും ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രാഹുവും കേതുവും സൂര്യനെ വിഴുങ്ങുന്നതാണ് സൂര്യഗ്രഹണമെന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നത്. എന്നാൽ സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ ചന്ദ്രൻ മറയ്ക്കുന്നതാണ് സൂര്യഗ്രഹണം എന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. എന്നാൽ വലിയ സൂര്യഗ്രഹണം എന്നത് എന്താണെന്ന് അറിയാമോ? സൂര്യനും ചന്ദ്രനും ആകാശത്തുണ്ടാകുന്ന കോണളവ് ഏകദേശം 1/2 ഡിഗ്രിയാണ്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ 0.488 ഡിഗ്രി മുതൽ 0.568 ഡിഗ്രി വരെയാകും ഇത്. ഈ വ്യത്യാസത്തിനുള്ള കാരണം ചന്ദ്രൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ അവ തമ്മിലുള്ള അകലം കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. സൂര്യന്റെ കാര്യത്തിൽ ഇത് 0.527 ഡിഗ്രി മുതൽ 0.545 വരെയാകാം. സൂര്യനും ഭൂമിക്കുമിടയിൽ ഉണ്ടാകുന്ന ദൂരവ്യതിയാനമാണ് ഈ വ്യത്യാസത്തിന് കാരണം. ഈ വ്യത്യാസങ്ങൾ കാരണം ഗ്രഹണമുണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ ചന്ദ്രബിംബം സൂര്യബിംബത്തെക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ സൂര്യബിംബം മുഴുവനായി മറയില്ല, ഒരു വലയം ബാക്കിയാകും. അതാണ് വലയ സൂര്യഗ്രഹണമായി കാണുവാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.